ശ്ലോകം 3. ഇതി മാസമുപാഹിതവ്രതാ. ഇങ്ങനെ ഒരു മാസം സ്വീകരിച്ച വ്രതം, ഇതൊരു വ്രതമാണ് അവരുടെ. ഒരു മാസം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ രാവിലെ ഭഗവാനെ പൂജിക്കാം. ആ നദീതീരത്ത് പോയിട്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാം എന്ന് തരളാക്ഷീഹി, തരളമായ അക്ഷികളോടുകൂടിയവർ സുന്ദരിമാർ. അവിവീക്ഷ്യതാഹ, ഭഗവാൻ അവരെ കണ്ടു. ഭഗവാൻ മനസ്സിലായി. കരുണാമൃദുലഹ, എല്ലാവരിലും കാരുണ്യം ചൊരിയുന്നവനാണ്, മൃദുല സ്വഭാവമുള്ളവനാണ്. ആ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി നദീതടം സമയാസി, ആ നദീതീരത്തേക്ക് എത്തി. ഇതിന് തദനുഗ്രഹേച്ഛയ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി. ഇതാണ് പറഞ്ഞത്, എന്താഗ്രഹത്തോടുകൂടി നമ്മൾ ചെയ്താലും ആ ഭഗവാൻ അനുഗ്രഹിക്കും. പക്ഷേ എന്തു വേണം? മനസ്സിനെ ശാന്തമാക്കണം. ചെയ്യുന്നതായ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. എല്ലാം ഈശ്വരനുള്ള പൂജ. അതാണ് ഭവദംഘ്രിദ്വയ ദാസ്യകാമ്യ എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. എല്ലാ കർമ്മവും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അത് ഈ ഗോപിമാർ ചെയ്തു. അങ്ങനെ 30 ദിവസത്തിൻ്റെ അവസാനം എത്താറായി. ഭഗവാൻ തീർച്ചയാക്കി അവരെല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ തീർച്ചയാക്കി. ശ്ലോകം 4. നിയമാവസിതവും, അവരുടെ വ്രതത്തിൻ്റെ അവസാനം. നിയമം, വ്രതം, യമം, നിയമം, ആസനം, അതാ അതിൽപ്പെട്ടതാണിത്. ശൗച, സന്തോഷ, തപ, സ്വാധ്യായ, ഈശ്വര പ്രണിധാനം, ഇതാണ് നിയമം. ശുചിത്വം, ആദ്യം കുളിക്കുക, പിന്നെയോ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുക, തപസ്. സ്വാധ്യായം, എത്രത്തോളം ഭഗവാൻ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയാമോ ഒന്നുകിൽ വായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക. ഈശ്വര പ്രണിധാനം, എല്ലാം ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട്, എല്ലാ കർമ്മങ്ങളും ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യൽ, അതാണ് നിയമം. ആ നിയമത്തിൻ്റെ അവസിതവും അവസാനത്തിൽ പൂജയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സിലൊരു ആഗ്രഹം വന്നു. എന്താണ്? ഈ യമുനാ നദിയിൽ ഇറങ്ങി വന്ന് നന്നായിട്ട് തുടിച്ചു കുളിക്കുക എന്ന് പറയും. അതാണ്, അതിനുവേണ്ടി അവർ ഇറങ്ങുകയാണ്. നിജാംബരം തടസീമഞ്ഞവമുച്ചിയ, ഓരോരുത്തരും അവരുടെ വസ്ത്രത്തെ ആ കരയിൽ തന്നെ വെച്ചിട്ട് താഹ, ആ ഗോപിമാരെല്ലാവരും യമുനാജലഖേലനാകുലാഹ, യമുനാജലത്തിലിറങ്ങി ഖേലനം ചെയ്യണം, കളിക്കണം, നീന്തി കളിക്കണം എന്ന് ആസക്തകളായി. ആകുലാഹ, ആസക്തകളായി. അങ്ങനെ അവർ ആ കുളിച്ച് നിൽക്കുന്നതായ സമയത്ത് അതാ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തുന്നു. പുരതസ്ത്വാമവലോക്യ, ഹേ ഗുരുവായൂരപ്പ, മുൻഭാഗത്ത് അങ്ങയെ കണ്ടു. ഒറ്റയ്ക്കാണോ വന്നിരിക്കണേ? അല്ല, ആ ഗോപന്മാരെല്ലാവരും വന്നിരിക്കണു. എല്ലാവരെയും കൂട്ടി വന്ന് നേരത്തെ പുറപ്പെട്ടിരിക്കണു. ലജ്ജിതാഹ, ഭഗവാൻ മാത്രമാണെങ്കിൽ ലജ്ജ ഉണ്ടാവില്ലായിരുന്നു. ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ലജ്ജിതാഹ. വസ്ത്രമില്ലാതെ കണ്ട് ജലത്തിൽ ഇറങ്ങി. അത് ദോഷത്തെ ചെയ്യുന്നതാണ്. ആ നദിയുടെ ദേവതയെ ധിക്കരിച്ചതിന് തുല്യമാണ്, നിന്ദിച്ചതിന് തുല്യമാണ്. അതിനി ഒടുവിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവർ
അതൊക്കെ മറന്നുപോയി. അറിയുമായിരിക്കാം, പക്ഷെ മറന്നു. അങ്ങനെ ഏതൊരു വ്രതമാണോ അവരെടുത്തത്, നിയമം, അതിൻ്റെ അവസാനത്തിൽ അവർ ഓർമ്മയില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? ദേവന്മാരായതുകൊണ്ട് ഓർമ്മ വരേണ്ടതാണ്. അവർ നിജാംബരം തടസീമിനി അവമുച്യ, ഓരോരുത്തരും അവരുടെ വസ്ത്രത്തിനെ ആ കരയിൽ അഴിച്ചു വെച്ചിട്ട് യമുനാജലഖേലനാകുലാഹ, എല്ലാവരും നദിയിലിറങ്ങി അവിടെ കുളിക്കാൻ നീന്താൻ തുടങ്ങി. അപ്പോഴാണ് ഹേ ഭഗവൻ പുരതസ്വാമവലോക്യ, മുൻഭാഗത്ത് ആ ഭഗവാനെ കണ്ടു. പട്ടവാദമുനി പറയുകയാണ്, അവർ ആ വിധത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മുൻഭാഗത്ത് അങ്ങ് നിൽക്കുന്ന കണ്ടു. കുട്ടികളുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഭാഗവതം പറയുന്നു, ലജ്ജിതകളായിത്തീർന്നു. എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥയിൽ പെട്ടുപോയി.